ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് രണ്ട് കാര്യങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കാണിക്കണം തോന്നി. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ പേര് ചോദിച്ചത് ഞാൻ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ ഞാനൊരു ഫുൾ വീഡിയോ ഹെയർ കെയർ പ്രോഡക്ട്സിനെ പറ്റി ഇട്ടിട്ടുണ്ട്, എന്നാലും പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് ഈ ഷാമ്പുവിനെ പറ്റി ഒന്ന് പറയണം തോന്നി. അപ്പൊ ഇത് പിന്നെ ഈ ഒരു പിമ്പിൾ പാച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണിക്കണം തോന്നി. ഡസ് ഇറ്റ് വർക്ക് ഓർ നോട്ട് നമുക്ക് അറിയില്ല, കാരണം ഇപ്പൊ കൈക്കിട്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോ ഫസ്റ്റ് ആയിട്ട് ഒട്ടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഷോർട്സിൽ പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ റീൽസിൽ പോയി നോക്കിയാൽ മതി, എന്തായാലും കാണാൻ പറ്റും. എന്തായാലും ഞാൻ ഇതിന്റെ ഒരു ഏതിന് ബ്രാൻഡിനെയാണ് പിമ്പിൾ പാച്ച്, ലൈക്ക് ഇങ്ങനത്തെ പിമ്പിൾ പാച്ച് യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്രയും നല്ല ഭംഗിയുള്ള പിമ്പിൾ പാച്ച് ഒട്ടിക്കണം എന്നുള്ളത്. ഇത് വൈൽഡ് ഗ്ലൂ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹൈഡ്രോക്ലോയിഡ് പാച്ച് ആണ്, ആക്നെ പാച്ച്. ദിസ് വൺ, ഇതാണ് നമ്മുടെ ഐറ്റം. പക്ഷേ ഫോട്ടോയിൽ ഇങ്ങനെ അല്ലായിരുന്നു, ഫോട്ടോയിൽ ഇങ്ങനെ ആയിരുന്നു ഗൈസ്. കാണാൻ നല്ല ചുമന്ന് റെഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഹാർട്ട്സ്. പക്ഷേ ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്, കാരണം പിങ്ക് ആണ്. സ്റ്റിൽ കാണാൻ കൊള്ളാം. പിന്നെ ഇത് വർക്ക് ചെയ്യുമല്ലോ എന്നും നാളെ അറിയാം. അതെന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. എന്നാൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടിപൊളി ഐറ്റമാണ്. ഓക്കെ, ഇനി ഷാംപൂസിനെ പറ്റിയിട്ട് പറയാം. ഷാംപൂ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റഫാണ്. എനിക്ക് അറിയത്തുകൂടി ഇല്ലായിരുന്നു ഷാംപൂ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് തല കഴുകാൻ ഒരു ഐറ്റം അല്ലേ ഷാംപൂ എന്ന്. വലുതായിട്ട് ഞാൻ ഷാംപൂവിൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ബിൽഡപ്പ് വരിക, തലയിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വിയർക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും തലയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് ഞാൻ പ്രോപ്പറായിട്ട് ഷാംപൂ വാഷ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഡാൻഡ്രഫ് നല്ല രീതിയിൽ റെഡ്യൂസായി. തലയിൽ ബിൽഡപ്പ് അതൊന്നുമില്ല, ലൈക്ക് ക്ലീൻ സ്കാൽപ്പായി. പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാംപൂസിന്റെ ബ്രാൻഡ് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുടെ മാമഅർത്തിന്റെ ഒരു ഷാംപൂ ഞാൻ യൂസ് ചെയ്ത്, ഡെഫിനറ്റ്ലി ഡോണ്ട് റെക്കമെൻഡ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്റെ മുടിയിൽ ചകിരി എടുത്ത് തലയിൽ വെച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ പ്രീവിയസ് ഫോട്ടോ ഞാൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർ, കഷ്ടപ്പെടാൻ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ഇങ്ങനെ താഴെ വരെ സ്ക്രോൾ ചെയ്ത് ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ചകിരി തല കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്തൊന്നും പെയ്ഡല്ല, ഇതൊന്നും പെയ്ഡല്ല. ഒന്ന് അവർ അയച്ചു തന്നാണെങ്കിലും അവരിത് പറയാൻ എന്നോട് പേ ചെയ്തിട്ടില്ല. കാരണം സാധനം കൊള്ളാം, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഒരെണ്ണം ഞാൻ കൊള്ളത്തില്ല എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഈവൻ ദോ അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണെങ്കിൽ കൂടി ഫ്ലിക്സിന്റെ ഷാമ്പു കൊള്ളത്തില്ല ഗൈസ്. ഞാൻ ആർക്കും കൊടുത്ത അവസാനം എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ ആർക്കും ഞാൻ എടുത്ത് കൊടുത്തു തോന്നുന്നു. എന്നാലും യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഫ്ലിക്സിന്റെ ഷാമ്പു നമ്മുടെ മൗത്ത് വാഷിന്റെ അതേ മണമായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മുടിയിലും വലിയ എനിക്ക് എന്താ പറയാ അങ്ങ് നല്ലതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്റെ കണ്ടീഷണർ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. കണ്ടീഷണർ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷാമ്പു നോട്ട് എ വിൻ ഗൈസ്. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഷാമ്പു വിഷ് കെയറിന്റെ 2 ഷാമ്പു ഉണ്ട്. രണ്ടും ഒരെണ്ണം ഷാമ്പും കണ്ടീഷണറും അവരെനിക്ക് അയച്ചു തന്നതായിരുന്നു ആദ്യ സമയത്ത്. ഒരെണ്ണം ഞാൻ പൈസ ഇട്ട് വാങ്ങിച്ചത്, എന്തായാലും ഞാൻ കാണിച്ചു തരാം. രണ്ടും നൈസ് ഐറ്റമായിരുന്നു. എനിക്ക് എന്തായാലും ഇതിനകത്ത് റിഗ്രറ്റ് ഒന്നുമില്ല, കാരണം ഇതിൻ്റെ 3 ബോട്ടിലുള്ളതുണ്ട്. കാരണം 3-4 ബോട്ടിലുണ്ട്. ഞാൻ കാണിച്ചു തരാം, കാരണം വീണ്ടും എൻ്റെ പൈസ കൊണ്ട് ഞാൻ വീണ്ടും മേടിക്കണമെങ്കിൽ കൊള്ളാമെങ്കിൽ മേടിക്കും. ഇത് കണ്ടീഷണറാണ് ഗൈസ്. ഷാമ്പു കാണിച്ചു. ഇതിനെ പറ്റിയിട്ട് ഫോൺ അടിക്കുന്ന ഗൈസ്, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ നമ്മുടെ ഷാമ്പൂനെ, ഇതാണ് അവർ എനിക്ക് അയച്ചു തന്ന ഷാമ്പു. ഇത് ഞാൻ പൈസ ഇട്ട് മേടിച്ചത് വേറെ. ഇതാണ് ഞാൻ വാങ്ങിച്ച ഐറ്റം. ഇത് വിഷ് കെയറിന്റെ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാമ്പു ആണ്. നിങ്ങൾക്ക് ഇതിന്റെ വെള്ളം അത് കാണാൻ പറ്റുന്നതാണ്, കാരണം ഞാൻ ഇപ്പോ ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടേ ഉള്ളായിരുന്നു. ഇത് വിഷ് കെയറിന്റെ ട്രിപ്പിൾ ബോണ്ട് ഷാമ്പു ആണ്. ഇതും ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു സിറം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലീവൻ സിറം മുടിക്കകത്ത് തേക്കുന്നത്. അത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് നല്ലതാണ്. പിന്നീട് ഞാൻ ആദ്യമായിട്ട് ഇവർ അയച്ചു തന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഷ് കെയറിന്റെ മൾട്ടി പെപ്റ്റൈഡ് ആന്റി ഹെയർ ഫോൾ ഷാമ്പു. ഈ ഒരു 2 സാധനം ഇതിന് ഒരുപാട് വീഡിയോസും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ട്രൈ ചെയ്യാൻ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ജെന്റിലായിട്ട് തോന്നി. എന്ന് പറയുമ്പോൾ ഭയങ്കര മുടിയിൽ അങ്ങനെ ഭയങ്കര ഹാർഷ് ആയിട്ടൊന്നുമില്ല. സാധാരണ എനിക്ക് ഷാമ്പു ഇടുമ്പോൾ ചകിരി പോലെ ആയിരുന്നു, എന്നാലും ഹാർഷ് ആയിട്ടൊന്നുമില്ല. എനിക്ക് ഭൂരിഭാഗം എനിക്ക് ഒരുപാട് വിഷ് കെയറിന്റെ പ്രോഡക്റ്റുകളുണ്ട്, കാരണം എനിക്കിഷ്ടമാണ്. ഉള്ളത് അറിയാലോ, പക്ഷെ എല്ലാം നല്ലതാണ് ഞാൻ പറയില്ല. എന്നാലും ഞാൻ ഇപ്പൊ കറന്റ് മേടിച്ചാൽ എനിക്ക് വലിയ മോശമായിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ നല്ലതാണ്. ഈ ഒരു ഷാമ്പു ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ മേ ബി ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവും. ഇത് നല്ലൊരു ഷാമ്പു. ഇതിന്റെ സാധാരണ ഷാമ്പുവിന്റെ തൊട്ട് ഭയങ്കരമായിട്ട് പതയത്തില്ല. ഇത്
ഭയങ്കരമായിട്ട് പതയത്തില്ല. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് എനിക്ക് തോന്നി മുടിക്ക് ചിലപ്പോൾ നല്ലതായോണ്ടായിരിക്കും ഭയങ്കരമായിട്ട് പതയത്തില്ല. ഭയങ്കര ഒരു ക്ലിയർ ജെല്ലി ടെക്സ്ചർ ആണ്. ഒരുപാട് അങ്ങ് സോപ്പി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഞാൻ സ്കാൽപ്പിൽ മാത്രം ഷാമ്പു അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം മുടിക്കകത്ത് ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് ഒരു 1 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യും. കണ്ടീഷണർ ഒരിക്കലും ഉച്ചയിൽ തേക്കരുത്, മുടി കൊഴിയും ഗൈസ്. നല്ലൊരു കണ്ടീഷണറായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര അങ്ങ് ഇതുമല്ല, എന്നാലും അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടീഷണർ. അപ്പം ഷാമ്പും കണ്ടീഷണറും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലിയുടെ ഷാമ്പൂസ് ഒക്കെ അത്യാവശ്യം നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ സിസ്റ്റർ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ 2 ടൈപ്പ് ഹെയറിലാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻ്റെ പോലത്തുള്ള വേവി ഹെയറിലും എൻ്റെ അനിയത്തിയുടെ നല്ല രീതിയിൽ കേളി ആയിട്ടുള്ള ഹെയറും, അതിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ ഹാർഷ് ഒന്നും ആയിരുന്നില്ല. കാരണം മുടി ഷാമ്പു ചെയ്തതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് മുടി ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുകയും ഡ്രൈ ആയിട്ടിരിക്കുകയും ഭയങ്കര ഉടക്ക് വരുന്ന രീതിയിലായിരുന്നു ഷാമ്പുവിനോടുള്ള എനിക്ക് ഏറ്റവും വലിയ ശത്രുത. ആ ഒരു സാധനം എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഒരുപാട് പേരാണ് ചോദിച്ചു, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഷാമ്പു തലയിൽ ഉപയോഗിക്കാവുന്നു. എനിക്ക് വലിയ അഭിപ്രായം ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് വലുതായിട്ട് അത് ഞാൻ ഓക്കെ നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും, ഓരോരുത്തരുടെ ഹെയർ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് അത് സ്യൂട്ടബിൾ ആയിരിക്കും, ചിലർക്ക് ആവണമെന്നില്ല. എന്നാലും ഇത് അത്യാവശ്യം നല്ല ഒരു സാധനമാണ്, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നാച്ചുറലിയുടെയും അത്യാവശ്യം സൂപ്പർ ആയിട്ടുള്ള ഷാമ്പു ആണെന്ന് ഒരുപാട് പേര് എന്നോട് കമന്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുന്നതും ആ എണ്ണ തേക്കുന്നതും, ഒരുപാട് പേര് എണ്ണ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ചോദിച്ചു. നമ്മളെല്ലാവരും എണ്ണ നോർമലായിട്ട് എന്താ പറയാ മുടിയിലധികം എണ്ണ തേക്കണ്ട. ഉച്ചയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ, അങ്ങനെ ഞാൻ 1 മണിക്കൂറൊക്കെ ഇരിക്കും കേട്ടോ. 1 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ വെച്ചതിന് ശേഷം ഞാൻ മുടിയെല്ലാം നല്ല രീതിയിൽ ഷാമ്പു വാഷ് ചെയ്യുന്നത്. മുടിയിൽ എണ്ണ ഞാൻ ഇട്ടിരിക്കത്തില്ല, കാരണം എണ്ണയിൽ കൂടി ഭയങ്കരമായിട്ട് എന്താ പറയാ ബിൽഡപ്പ് വരെയും അഴുക്കും പൊടിയും എല്ലാം കൂടെ തലയ്ക്കകത്ത് വന്നിരിക്കുകയും ഭയങ്കര അലമ്പായിരിക്കും. അതുമാത്രമല്ല ഇങ്ങനെ എണ്ണ അധികം ഇട്ടേക്കാതിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടേക്കാം, എന്നാലും കുറച്ചൊക്കെ ഷാമ്പു വാഷ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇന്ന് തൊട്ട് ഞാൻ അന്ന് ഷാമ്പു വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ അന്ന് തൊട്ട് എൻ്റെ മുടി സൂപ്പർ ആയിട്ടേ ഉള്ളൂ. എണ്ണയുടെ ബെനിഫിറ്റും കിട്ടും, അതുപോലെ മുടി പന്നലായിട്ടും ഇരിക്കത്തില്ല, എപ്പോഴും ബിൽഡപ്പ് വന്നും അഴുക്കായിട്ട് ഇരിക്കത്തില്ല. സോ എന്തായാലും ഇതൊന്ന് കേൾക്കാൻ നോക്കുക. സിറംസ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കഴിവതും നിങ്ങൾ ഹെയർ ഗ്രോത്ത് സിറംസ് എല്ലാം വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഷാമ്പുവും കണ്ടീഷണറും ഇട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹെയറിനകത്ത് മാത്രം സിറംസ് അപ്ലൈ ചെയ്യാൻ നോക്കുക. അത് കൂടുതലായിട്ട് എന്താ പറയുക സിറംസ് പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സിറംസ് ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മുടിക്കൊന്ന് ചീപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടി വളരാനും പ്രോഡക്റ്റുകൾ എളുപ്പം പെനിട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത്. പിന്നെ എന്താ പറയുക ഈ മുടി എപ്പോഴും കഴിവതും മൈക്രോ ഫൈബർ ക്ലോത്തുകൾ വെച്ചൊക്കെ കഴുകാന്ന്. ഞാൻ നിങ്ങളാരും കൂടെ പറയുന്നത്, കാരണം ഞാൻ മിക്കപ്പോഴും തോർത്തിട്ട് ഉരച്ചാണ് എൻ്റെ മുടി തോർത്തുന്നത്. പക്ഷേ കഴിവതും എന്താ പറയാ പിന്നെ അങ്ങനെ ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ മൈക്രോ ഫൈബർ തോർത്തൊക്കെ എടുത്തിട്ട് തുടക്കത്തുള്ളൂ. എന്നാലും അതാണ് മുടിക്ക് നല്ലത്, മുടി പൊട്ടാതിരിക്കാൻ. പിന്നെ സിൽക്ക് ഹെയർ കവർ അല്ലെങ്കിൽ പില്ലോ കവർ, സാറ്റിൻ പില്ലോ കേസ് ഒക്കെ ഉണ്ട്. 300 രൂപയ്ക്കാണ് അകത്ത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അത് നല്ല രീതിയിൽ മുടി പൊട്ടുന്ന കുറച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഇങ്ങനല്ലായിരുന്നു എൻ്റെ മുടി ഇരുന്നത്. എൻ്റെ മുടിക്കകത്ത് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിപ്പൊട്ടിയിരിക്കുക. ഇത് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കാണ്. പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട്, കുറഞ്ഞു. ഇനി ഈ പൊട്ടലൊന്നും അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നു, ഇങ്ങനെ ചകിരി പോലെ ഇരുന്നതാണ്. നല്ല രീതിയിൽ ഇത് കുറഞ്ഞതിൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ സാറ്റിൻ പില്ലോ കേസ്, യെസ്. മുടി ചപ്പറ പോലെ ചീപ്പരുത്, അത് ജെന്റിലായിട്ട് ഉടക്കൊക്കെ എടുത്ത് പതിയെ ചീപ്പാവും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ മുടിക്കകത്ത് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. സോ അത് ശ്രദ്ധിക്കാൻ നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ നോക്കാം. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.